ആദ്യമായി ഗ്രൗണ്ടിലേക്ക് ബാറ്റുമെടുത്തിറങ്ങുമ്പോൾ വൈഭവ് കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകും. ഇന്ത്യൻ ടീമിന്റെ 3-ാം നമ്പർ ജേഴ്സി ഇനി അണിയാൻ പോകുന്നത് അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശിയാണ്. ഏറെ നാൾ നീണ്ടുനിന്ന സച്ചിൻ യുഗത്തിനും പിന്നീടുണ്ടായ ധോണി, കോഹ്ലി എന്നീ ഇതിഹാസ താരങ്ങളുടെ സുവർണകാലത്തിനും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനി വരാൻ പോകുന്നത് വൈഭവ് യുഗമാണ്. ആദ്യം IPL-ലും തുറന്ന് ലിസ്റ്റ് എ ക്രിക്കറ്റിലും റൺസ് അടിച്ചുകൂട്ടി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ആ 15-കാരൻ വൈഭവ് സൂര്യവംശി ഒടുവിൽ ഇന്ത്യയുടെ ദേശീയ ടീമിൽ നീല ജേഴ്സിയിൽ കളിക്കാനിറങ്ങുകയാണ്. തന്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണ് ഇതെന്ന് താരം പ്രതികരിക്കുന്നു. ഈ വർഷത്തെ IPL-ലെ ബാറ്റിംഗ് വിസ്മയ പ്രകടനത്തിന് പിന്നാലെയാണ് അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കുള്ള ഇന്ത്യൻ T20 ടീമിലും വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസ് സ്ക്വാഡിലും ഈ കൗമാര താരം ഇടം പിടിച്ചത്. ഈ വെള്ളിയാഴ്ച ബെൽഫാസ്റ്റിൽ അയർലൻഡിനെതിരെ നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ തന്നെ വൈഭവ് ഇന്ത്യയുടെ സീനിയർ ടീമിനായി പാഡ് കെട്ടുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ചൊവ്വാഴ്ച BCCI പുറത്തുവിട്ട വൈഭവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി മാറി. രാജ്യം കാത്തിരുന്ന നിമിഷം എന്ന അടിക്കുറിപ്പോടെയാണ് BCCI ഈ വീഡിയോ ഷെയർ ചെയ്തത്. തന്റെ പേരും 3-ാം നമ്പറും എഴുതിയ ഇന്ത്യൻ ജേഴ്സി ബോക്സിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ വൈഭവിന്റെ കണ്ണുകളിൽ അഭിമാനവും ആവേശവും പ്രകടമായിരുന്നു. ആദ്യമായി ബാറ്റ് കയ്യിലെടുത്ത് ക്രിക്കറ്റ് മൈതാനത്തേക്ക് നടന്നുപോയ ആ നാൾ മുതൽ ഞാൻ സ്വപ്നം കാണുന്ന ഒരു നിമിഷമാണത്. ഈ സന്തോഷം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ എനിക്ക് കഴിയില്ല എന്നാണ് BCCIയുടെ ആ വീഡിയോയിൽ വൈഭവ് വികാരാധീനായി പറയുന്നു. നാളെ വെള്ളിയാഴ്ച അയർലൻഡിനെതിരെ കളത്തിലിറങ്ങിയാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അന്താരാഷ്ട്ര താരമെന്ന റെക്കോർഡ് വൈഭവിന് സ്വന്തമാകും. 1989-ൽ 16 വയസ്സും 205 ദിവസവും പ്രായമുള്ളപ്പോഴാണ് സച്ചിൻ തെണ്ടുൽക്കർ പാകിസ്ഥാനെതിരെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചത്. ഇതിഹാസ താരം സച്ചിൻ തെണ്ടുൽക്കറുടെ ദശാബ്ദങ്ങൾ പഴക്കമുള്ള ആ റെക്കോർഡാണ് ഈ 15-കാരൻ ഇപ്പോൾ തിരുത്തി എഴുതാൻ പോകുന്നത്. ഈ സീസണിലെ IPL-ൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി വൈഭവ് നടത്തിയ ബാറ്റിംഗ് വെടിക്കെട്ടാണ് താരത്തെ ഒറ്റ രാത്രി കൊണ്ട് ഹീറോയാക്കി മാറ്റിയത്. ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന റൺവേട്ടക്കാരനായി ഫിനിഷ് ചെയ്ത വൈഭവ് ഒരു സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 776 റൺസാണ് അടിച്ചുകൂട്ടിയത്. സീനിയർ ബൗളർമാരെയെല്ലാം നിർഭയം നിരന്തരം ഗ്രൗണ്ടിന് പുറത്തേക്ക് അടിച്ച് പറത്തിക്കൊണ്ടാണ് ടൂർണമെന്റിലെ ഓറഞ്ച് ക്യാപ്പ് വൈഭവ് സ്വന്തമാക്കിയത്. ഈ അത്ഭുത പ്രതിഭയുടെ അന്താരാഷ്ട്ര കരിയറിലെ വെടിക്കെട്ട് കാണാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ. ഈയിടെ നടന്ന ലിസ്റ്റ് എ ത്രിരാഷ്ട്ര ക്രിക്കറ്റ് ടൂർണമെന്റിലും ബാറ്റിംഗ് വിസ്ഫോടനം തീർത്ത വൈഭവ് ശ്രീലങ്കയ്ക്ക് എതിരായ ഫൈനലിൽ 11 പന്തിൽ 50 റൺസുമായി ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ലോക റെക്കോർഡ് തന്നെ കുറിച്ചിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ 80-കൾ മുതലുള്ള ചരിത്രം നോക്കിയാൽ അന്നത്തെ സൂപ്പർ ഹീറോകൾ ഗവാസ്കറും കപിൽദേവുമായിരുന്നു. 1983-ൽ ഇന്ത്യ ആദ്യമായി ലോകകപ്പ് നേടിയതിന് പിന്നാലെയാണ് രാജ്യത്ത് ക്രിക്കറ്റിന് വലിയ വേരോട്ടമുണ്ടായത്. ടെലിവിഷൻ രാജ്യമെങ്ങും എത്തിയതോടെ ക്രിക്കറ്റ് ഇന്ത്യക്കാരുടെ ഇഷ്ടവിനോദമായി മാറി. അന്നൊക്കെ ദൂരദർശൻ മാത്രമായിരുന്നു ക്രിക്കറ്റ് ടെലികാസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നത്. ടെസ്റ്റ് മത്സരങ്ങളും രഞ്ജി ട്രോഫി അടക്കമുള്ള മത്സരങ്ങളും ലൈവായി അന്ന് കണ്ടിരുന്നു. പിന്നീട് കളർ ഡ്രസ്സിലേക്ക് ഏകദിന ക്രിക്കറ്റ് എത്തിയപ്പോൾ ശ്രീകാന്തിന്റെയും കപിൽദേവിന്റെയും ബാറ്റിങ്ങിനായിട്ടാണ് ഇന്ത്യക്കാർ കാത്തിരുന്നത്. പിന്നീട് കുറെ കാലം അസറുദ്ദീൻ ആയിരുന്നു നമ്മുടെ ഹീറോ. അതിനുശേഷം സച്ചിൻ എന്ന ഒരൊറ്റ പേരിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ഒതുങ്ങുകയായിരുന്നു. പിന്നീട് ധോണിയും കോഹ്ലിയുമൊക്കെ കളം നിറഞ്ഞ് കളിച്ചെങ്കിലും സച്ചിൻ ഇഫക്റ്റ് ഒന്ന് വേറെ തന്നെയായിരുന്നു. സച്ചിൻ തെണ്ടുൽക്കർ ഔട്ടായാൽ TV ഓഫ് ചെയ്തു പോയിരുന്ന ലക്ഷക്കണക്കിന് ആരാധകർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ ആരാധകരുടെ പിൻബലം കൊണ്ട് മാത്രമാണ് ഇന്ത്യയിലെ BCCI ലോകത്തെ 1-ാം കിട ക്രിക്കറ്റ് ബോർഡ് ആയതും കോടികളൊക്കെ നേടിയതും. ഇപ്പോൾ വൈഭവിന്റെ കടന്നുവരവ് സമാനമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. ഈ കൊച്ചു താരത്തിന്റെ കളികൾ കാണാൻ മാത്രം ഒട്ടേറെ ആരാധകരാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. IPL-ൽ മുംബൈ ഫാൻസും ചെന്നൈ ഫാൻസും എല്ലാം രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് കാണാൻ ഇരിക്കുന്നതിന് പിന്നിൽ ഒരൊറ്റയാളുടെ പേര് മാത്രമാണുള്ളത്, വൈഭവ് സൂര്യവംശി. ഇനിയുള്ള നാളുകളിൽ ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ ഇറങ്ങുന്ന വൈഭവിന് ആരാധകരുടെ എണ്ണം കൂടുമെന്നതിൽ ഒരു തർക്കവുമില്ല. സച്ചിൻ യുഗത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ അരങ്ങേറാൻ പോകുന്നത് വൈഭവ് യുഗമാണ്.